കൊല്ലത്ത് പാൽ തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം. പരവൂർ കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തന്റെ പശുവിന്റെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്നെന്ന സൊസൈറ്റിയുടെ വിചിത്രവാദമെന്ന് കർഷകനായ വിഷ്ണു പറയുന്നു. തനിക്കെതിരെ പോലീസിൽ സൊസൈറ്റി കള്ളക്കേസ് നൽകിയെന്നും വിഷ്ണു പറയും. ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ? അതുകൊണ്ട് ഈ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പാല് തലയിൽ കൂടി ഞാൻ ഒഴിക്കുക, തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്കോലം കൂനയിൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം? നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി വെക്കുന്ന പാലിന് കുഴപ്പമില്ല. നിങ്ങൾ ഈ വീട് മാക്സിമം ഷെയർ ചെയ്യുക. യഥാർത്ഥ ഈ സൊസൈറ്റിയിൽ പാൽ ഒഴിക്കുന്ന ഇവർക്ക് അധികാരമുണ്ട്. യഥാർത്ഥ ഒരു വ്യക്തികൾക്ക് ഇവരെടുത്ത ജീവനക്കാർ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ സൊസൈറ്റി പാലൊഴിക്കുന്ന ഒരു ഇതുമില്ല. പാലൊഴിക്കരുതെന്ന് പറയാനായിട്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കൊട്ടാരക്കരയാണ് ചേരുന്നത്. വിനീഷ്, വലിയ പ്രതിഷേധത്തിലാണല്ലോ വിഷ്ണുവിനെതിരെ എന്ത് പരാതിയാണ് ഈ സൊസൈറ്റി കൊടുത്തിരിക്കുന്നത് പോലീസിൽ? അശ്വതി, ഇന്നൊരു ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലത്ത് പരവൂരിലാണ്, കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് ഈ കർഷകൻ, ക്ഷീര കർഷകനാണ് വിഷ്ണു, സൊസൈറ്റിയിലെത്തുകയും പ്രതിഷേധമെന്നോണം താൻ കൊണ്ടുവന്ന പാൽ തലയുടെ ഒഴിച്ച് ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നു. ഈ വിഷ്ണുവിന്റെ ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം വിഷ്ണു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, തന്റെ പാൽ മാത്രം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പാലിന് ഗുണമേന്മയില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു എന്ന് ദിനംപ്രതി അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നു എന്നൊരു പരാതിയാണ് വിഷ്ണു മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സൊസൈറ്റി അധികൃതരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സൊസൈറ്റി അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ വിഷ്ണുവിനെ അവിടെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ ഉണ്ടായത്, നാടകീയ സംഭവം ഉണ്ടായത്. ഏകദേശം ഒരുപാട് പശുക്കളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ പാല് ശേഖരിച്ച് സൊസൈറ്റിയിൽ കൊടുത്ത് വിൽപ്പന നടത്തി, അങ്ങനെയാണ് ഈ വിഷ്ണു ഉപജീവനമാർഗം നടത്തി വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളതാണ് വിഷ്ണുവിനൊരു സംശയം ഉണ്ടാകുന്നത്. അതിൽ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് CPM നിയന്ത്രണത്തിലുണ്ടെന്നും അങ്ങനെയൊക്കെ എടുത്തു പറയുന്നതായിട്ടുണ്ട്. എന്തായാലും വിഷ്ണുവിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഷേധം ക്ഷീര കർഷകരെ വലിയ രീതിയിൽ വിഷമപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. വീഡിയോ വ്യക്തമാണ് വിനീഷ്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെയാണ് വിഷ്ണു ഈ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇനി എന്താണ് തുടർ നടപടി എന്നതടക്കം അറിയേണ്ടതുണ്ട്.